പ്രിയമുള്ള കുട്ടികളെ, നമുക്ക് ഇന്ന് 9ാം ക്ലാസ്സിന്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. അതിൽ സൂചനയായി കൊടുത്തിട്ടുള്ളത് എന്താണ്? രാജാ और विद्रोही नाटक का अंश पढ़े और 1 से 3 तक प्रश्नों के उत्तर लिखे. രാജ और വിദ്രോഹി നാടകത്തിന്റെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം 1 മുതൽ 3 വരെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഒരു സംഭാഷണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നോക്കാം. രാജ यानी कि लड़ाई के आनंद और उल्लास से तुम लोग मुझे अलग करना चाहते हो जनता, इसलिए कि लड़ाई अन्याय है. क्वेश्चंस നോക്കാം. लड़ाई अन्याय है ये किसने कहा? ലഡായി അന്യായ് ഹെ, ഇതാരാണ് പറഞ്ഞത്? നമുക്ക് ആ സംഭാഷണത്തിൽ രാജാവും ഒരു ജനതയും മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ജനതയില് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അവിടെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലി കി ലഡായി അന്യായ് ഹെ. അപ്പോ ആൻസർ വരുന്നത് ഏതാണ്? ജനത. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉചിത് പരസർഗ് ചുൻകർ റിക്ത് സ്ഥാൻ പരേ. ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അതില് പരസർഗ് വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സെന്റൻസ് നോക്കിയാലോ. ബച്ചോം നാട്ടക് ജോഷിലാത്ത, ബ്രാക്കറ്റില് കാക്കേക്കി കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ കാക്കേക്കി എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ എന്നുള്ള അർത്ഥങ്ങളിലാണ് നമ്മൾ ഇത് പ്രയോഗിക്കാറ്, ഈ പരസർഗ് പ്രയോഗിക്കാറ്. അപ്പോ ഇവിടെ നമുക്ക് ഏതാണ് ഉചിതം നോക്കാം. ബച്ചോം കാ നാട്ടക് ജോഷിലാത്ത. അപ്പൊ നമുക്ക് കായാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ നോക്കാം. രാജ और विद्रोही नाटक का राजा आपको कैसे लगा? राजा की चरित्रगत विशेषताओं का परिचय देते हुए टिप्पणी लिखे. രാജ വിദ്രോഹി നാടക് നിങ്ങൾക്ക് അല്ലെങ്കിൽ അത് എങ്ങനെ ഉണ്ടായിരുന്നു, അതില് രാജാവിന്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ചെറിയൊരു ടിപ്പണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ आपके स्कूल में രാജാ और വിദ്രോഹി നാടക് മഞ്ചൻ കർണേ വാലാ ഹെ. നിങ്ങളുടെ സ്കൂളില് രാജ और വിദ്രോഹി നാടക സ്റ്റേജ് പ്രോഗ്രാം, അത് സ്റ്റേജിൽ അഭിനയിക്കണം. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്റ്റേജ് നാടക് മഞ്ചൻ കെ ലിയെ ഉചിത് പോസ്റ്റർ തയ്യാർ കരേ. ഒരു പോസ്റ്റർ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് നോക്കാം അല്ലെ. ആദ്യത്തേതിന്റെ ആൻസർ നോക്കാം നമുക്ക്. രാജ ഖുദ് ബൽവാൻ മാൻതേ ഹെ. രാജാവ് ഖുദ് സ്വയം തന്നെ ഒരു നല്ലൊരു ബൽവാൻ ആണെന്നാണ് അയാളുടെ ഒരു ധാരണ. ഉൻകി ഇച്ഛാ ഹെ കി സബ് ലോഗ് ഉൻകെ ആദേശോം കാ പാലൻ കരേംഗെ. ഇപ്പൊ രാജാവിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും അദ്ദേഹം എന്ത് പറയുന്നു ആ നിയമങ്ങളെല്ലാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർഡറുകളെല്ലാം അനുസരിക്കണം. വേ പ്രജാവും കി ബാത്തോം പർ ധ്യാൻ നഹി ദേത്തെ. അത് മാത്രമല്ല, പ്രജകള് പറയുന്നതൊന്നും കേൾക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. വേ അപ്നി മർജി സേ ജീത്തേ ഹെ. അതേപോലെ തന്നെ തന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ജയിക്കാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത് അതിൽ ആനന്ദം കൊള്ളാറുണ്ട്. ലഡായി സേ ഉൻകോ ആനന്ദ് ഓർ ഉല്ലാസ് മിൽത്തേ ഹെ. യുദ്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന് ആനന്ദവും ഉല്ലാസവും എല്ലാം കിട്ടുന്നുണ്ട്. ന്യായ് അന്യായ് കാ വിചാർ ഉൻകെ മൻമേ നഹി. അപ്പൊ നമ്മുടെ രാജാവിന്റെ മനസ്സിൽ അല്ലെങ്കിൽ തെറ്റേത്, ശരിയേത്, ന്യായമേത്, അന്യായമേത്, ഇതിനെ പറ്റിയുള്ള ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് മൂന്നാമത്തേല് ആദ്യത്തേത് വരുന്ന ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രാജാ और വിദ്രോഹി നാടക് മഞ്ചൻ, അതിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒരു നമ്മുടെ സ്കൂളിന്റെ പേര് ആദ്യം കൊടുക്കണം അല്ലെ. അപ്പൊ സർക്കാരി ഹൈസ്കൂൾ കരൂർ, പിന്നെ ക്ലാസ് കൊടുക്കാം അല്ലെ. കക്ഷ നവി എ സെ പ്രസ്തുത്. പിന്നെ നമുക്ക് നാടകത്തിന്റെ പേര് രാജ और വിദ്രോഹി.
ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമുക്ക് അതെല്ലാം ഉൾക്കൊള്ളിക്കണം. പിന്നീട് അതിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? ഇത് ആരുടെയാണ് എന്ന് കൊടുക്കണം അല്ലെ. ഇപ്പൊ രചന രവീന്ദ്രനാഥ് ടാഗോർ, നിതേശക് അമല അരുൺ, സ്കൂൾ ലീഡർ ആണ്. പിന്നെ അഭിനേത ആരൊക്കെയാണ് അതിൽ അഭിനയിക്കുന്നത്? കുട്ടികൾ തന്നെയാണ് അല്ലെ. അപ്പൊ ഛാത്ര ഛാത്രായി. പിന്നെ നമുക്കത് ഏത് സമയത്താണ് നാടകം മഞ്ചൻ അല്ലെങ്കിൽ നാടക് മഞ്ചൻ ഏത് സമയത്താണ് നമ്മൾ സ്റ്റേജിൽ ആ പരിപാടി അഭിനയിക്കുന്നത് നോക്കാം അല്ലെ. അതും കൂടെ ഉൾപ്പെടുത്തണം. 22 जनवरी 2025 को 22 जनवरी 2025 को दोपहर 2 बजे स्कूल सभागृह में. ഇപ്പോൾ ജനുവരി 22 2025 ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് എവിടെ വെച്ചിട്ടാണ്? സ്കൂൾ സഭാഗ്രഹ്, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച്. പിന്നീട് എന്താണ് നമ്മൾ എഴുതേണ്ടത്? എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നും കൂടെ എഴുതണം അല്ലെ. അപ്പൊ അതിനെന്താണ് ഹിന്ദിയിൽ എഴുതുക? സബ്കാ ഹാർദിക് സ്വാഗത്. അപ്പൊ ഇതും കൂടിയായ നമ്മുടെ പോസ്റ്റർ പൂർത്തിയായി. ഇപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരു ബോർഡറൊക്കെ വരച്ച് എന്നിട്ട് നല്ല ഭംഗിയിൽ വേണം, ടൈറ്റിൽ എല്ലാം ആകർഷകമായ രീതിയിൽ എഴുതിയിട്ട് വേണം തയ്യാറാക്കേണ്ടത്. നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയാലോ. ബോൺചായി കവിത की पंक्तियां पढ़े और प्रश्न 4 और 5 के उत्तर लिखे. ഇപ്പോൾ ബോൺസായി കവിതയിലെ വരികളാണ് തന്നിട്ടുള്ളത്. നോക്കാം അല്ലെ. तुमने आंगन से खोदकर मुझे लगा दिया सुंदर गमले में, फिर सजा लिया घर के ड्राइंग रूम में. हर आने जाने वाला बड़ी हसरत से देखता है और धीरे धीरे मैं बोनसाई में तब्दील हो गई. അതിൽ 4ഉം 5ഉം ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അതിൽ നാലാമത്തെ വിശേഷൺ ശബ്ദ ചുൻകർ ലിഖി. സുന്ദർ, ഗംല, സസ, ഹസരത്. ഇതിൽ ഏതാണ് വിശേഷൻ? നോക്കാം അല്ലെ. മുझे लगा दिया സുന്ദർ ഗംലെ. അപ്പൊ അതിൽ ഏതാ വരിക? സുന്ദറാണ് വിശേഷൻ. വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഒരു വസ്തുവിന്റെ വിശേഷതയെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിശേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. 5ാമത്തെ ധീരെ ധീരെ മേം ബോൺചായി മേം തബ്ദീൽ ഹോ ഗയി. ഇസ്സെ ആപ്നെ ക്യാ സമझ? അപ്പോൾ ഈ വരിയിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? നോക്കാം. ड्राइंग रूम में गमले में लगा वह पौधा प्रकृति से अलग होकर धीरे धीरे बड़ा होने लगा. और ड्राइंग रूम में गमले में ड्राइंग रूमिൽ ആ ഗംലയിൽ ഉണ്ടായിരുന്ന ആ ചെടി പ്രകൃതിയിൽ നിന്ന് അലഗ് ഹോക്കർ, പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ മണ്ണിന്റെ ആ സുഖത്തില് ചെടി വളരും അല്ലെ. അപ്പൊ അതൊന്നും അനുഭവിക്കാതെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പതുക്കെ പതുക്കെ വലുതാവാൻ തുടങ്ങി. വാ ബോൺസായി കി രൂപ് മേ ഛോട്ടാ പൗധ ജൈസാ ഹി രഹ. അതെങ്ങനെയായിരുന്നു? ബോൺസായി കി രൂപ് മേ ഛോട്ടാ പൗധ ജൈസാ ഹി ത. അടുത്തത് നോക്കാം. അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. घर पेड़ और तारे की याद लोक कथा का अंश पढ़े और 6 से 8 तक के प्रश्नों का उत्तर लिखिए. घर पेड़ और तारे की याद എന്ന ലോകകഥയുടെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം അല്ലെ. झूम से नहीं रहा गया, उन्होंने अपने पिता और माँ को गले लगा लिया और रोते हुए कहा, हम ही आपके बच्चे हैं, हम वापस लौट आए हैं, हम सनोभर के पेड़ से ही अपने घर को पहचान गए थे. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവര് തൻ്റെ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട്
കരഞ്ഞുകൊണ്ട് പറയാണ്, ഹം ഹം ഹി ആപ്കെ ബച്ചേ ഹെ, ഞങ്ങളാണ് നിങ്ങളുടെ മക്കള്, ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. അവരെങ്ങനെയാണ് അവരുടെ വീട് തിരിച്ചറിഞ്ഞത്? ഞങ്ങള് ആ പൈൻ മരം നോക്കിയാണ്, അല്ലെങ്കിൽ ആ പൈൻ മരം സനോബർ കെ പേട് സേ ഹി അപ്നെ ഘർ കോ പഹചാൻ ഗയേ थे. ക്വസ്റ്റ്യൻസ് നോക്കാം. ഛോഡ് കർ ലിക്കി, വേ പ്ലസ് നേ, എന്താണ് വരിക? വേ പ്ലസ് നേ ഉനോനെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാക്യക്കോ ആഘെ ബഡായി, വാക്യങ്ങള് സെന്റൻസുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സെന്റൻസ് അത് തന്നിട്ടുണ്ട്, അത് വെച്ച് സെന്റൻസ് ഉണ്ടാക്കണം അല്ലെ. ഹം ഘർ കോ പഹചാൻ ഗയേ, നോക്കാം. അപ്പൊ അതെങ്ങനെയാണ്? പേട് സേ സനോബർ കെ. നമുക്കത് തന്നിട്ടുണ്ട്, 2 ഹിന്റ് തന്നിട്ടുണ്ട്, നോക്കാം. ഹം അപ്നെ ഘർ കോ പഹചാൻ ഗയേ. പിന്നീട് എന്താ കൊടുക്കുക? ഹം പേട് സേ അപ്നെ ഘർ കോ പഹചാൻ ഗയേ. അടുത്തത് ഹം സനോബർ കെ പേട് സേ അപ്നെ ഘർ കോ പഹചാൻ ഗയേ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്നെ മാ ബാപ് കോ മിൽനെ കി ഖുഷി സേ വ ലഡ്ക അപ്നി ഡയറി ലിഖ്താ ഹെ, വ ഡയറി തയ്യാർ കരേ. പിന്നീട് അടുത്തത് ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡേറ്റ് ഒക്കെ കൊടുക്കണം അല്ലെ. എന്നിട്ട് എഴുതിയാലോ? ഹേ ഈശ്വർ ആപ് മഹാൻ ഹെ, ആജ് മേ ഓർ ബഹൻ കിത്നി ഖുഷി മേം ഹെ. ഈശ്വരൻ ശരിക്കും ഒരു മഹാനാണ്, ഇന്ന് ഞാനും എൻ്റെ സഹോദരിയും എന്ത് സന്തോഷത്തിലാണ്. ഹമാരെ മാതാപിതാ കോ ഹമേ വാപ്പസ് മിലെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും തിരിച്ചു കിട്ടി. മുझे അഭി വിശ്വാസ് ന രഹാ കി യഹ് സച്ച് ഹെ, ഇപ്പോഴും അത് സത്യമാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. യുദ്ധ കെ സമയ ദൗഡ് കർ ധൂർ ഗയി, ഹമാരെ മൻ മേം ഹമേഷ അപ്ന ഘർ ഥ. യുദ്ധത്തിന്റെ സമയത്ത് ഓടി എവിടേക്കോ പോയി, പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ എന്നും ഞങ്ങളുടെ വീടുണ്ടായിരുന്നു. സനോബർ പേട് പൈൻ മരം, പക്ഷി ഓർ താരേ കി യാതേം മൻമേത്തി. അത് മാത്രമല്ല ഇതിനെ പറ്റിയുള്ള സനോബർ പേട്, പക്ഷി, നക്ഷത്രങ്ങൾ, ഇതിനെ പറ്റിയുള്ള ഓർമ്മകള് മനസ്സിലുണ്ടായിരുന്നു. ഹം ക്യാ ക്യാ മുസീബത്തേം സഹകർ യഹാം പഹുഞ്ചെ, അത് മാത്രമല്ല എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. വഹാം കെ അഭിഭാവക് ബി അച്ഛേ थे, അവിടുത്തെ അഭിഭാവക് ബി അച്ഛേ थे. ലേക്കിൻ ഹം അപ്നെ മാ ബാപ് കോ കൈസേ ഭൂലേ, എന്നാലും അവരെല്ലാവരും നല്ലവരാണെങ്കിലും ഞങ്ങൾ എങ്ങനെയാണ് മാതാപിതാക്കളെ മറക്കുക? വേ പക്ഷി ഹമാരെ ആഘേ ഡേ, ഞങ്ങളുടെ മുന്നിലായി ആ പക്ഷി നടന്നു. ബേചാരേ മാ ബാപ് ഹമേ ദേക്കർ ഖുഷി സേ റോയേ, പാവം അച്ഛനും അമ്മയും കണ്ടതും സന്തോഷം കൊണ്ട് കരഞ്ഞു. ഹംബി ഞങ്ങളും. മനാബ് ശാന്ത് ഹെ, ഇപ്പൊ മനസ്സ് ശാന്തമാണ്. ഇത്രയാണ് ഡയറിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ? നോക്കാം അല്ലെ. कब तक कविता का अंश पढ़े और 9 से 11 तक के प्रश्नों के उत्तर लिखे. കബ് തക് എന്ന കവിതയുടെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചിട്ട് 9 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. സമയ് ബദൽ ചുക്കാ ഹെ, നഹി ദേത്താ അബ് കോയി അപ്നാ നിവാല, നഹി ദേത്താ अपना घाल और नहीं रखता कोई अपने सर पर चूटी की, आत्मसम्मान से बड़ी कोई चीज नहीं देती. ചോദ്യങ്ങൾ നോക്കിയാലോ? കബ് തക് കവിത കിസ്നെ ലിഖി, ആരാണ് കബ് തക് എന്നുള്ള കവിത എഴുതിയത്? ഉത്തരം വന്ദന ടേട്ടെ. സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖെ, അബ് അപ്നാ നിവാല കോയി നഹി ദേത്താ ഹെ. ഇതില് ഒരു വരി തന്നിട്ടുണ്ട് അല്ലെ. അബ് അപ്നാ നിവാല കോയി നഹി ദേത്താ ഹെ. ഈ ആശയം വരുന്ന വരികള് കണ്ടെത്തി എഴുതാനാണ്
പറയുന്നത്? സ്വന്തം അധ്വാനത്തിന്റെ ഫലം ആരും നമുക്ക് തിരിച്ചു തരില്ല. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വരിയാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത്. ഈ ആശയം വരുന്ന ഒരു വരിയാണ് എഴുതേണ്ടത്. നോക്കാം. നഹി ദേത്ത അബ് കോയി അപ്ന നിവാല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. കവി और കവിത का परिचय देते हुए കവിതാംശ का ആശയ लिखी. കവിയെ പറ്റിയും കവിതയെ പറ്റിയും പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാം നൽകിയതിന് ശേഷം കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. വന്ദന ടേട്ടി की കവിത है कब तक. നമ്മൾ കവിയെ പറ്റി പറയുന്നുണ്ട് വന്ദന ടേട്ടി की കവിത है कब तक. इसमें कवयित्री कहते हैं कि हमारी पहचान के लिए हम दूसरों की प्रतीक्षा मत रहे. ഇതിലെന്താണ് കവയിത്രി പറയുന്നത്? നമ്മളുടെ ഐഡന്റിറ്റിക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ഒരിക്കലും കാത്തു നിൽക്കരുത്. हमारे बारे में बताने के लिए कोई आने की प्रतीക്ഷ व्यर्थ है. നമ്മളെ പറ്റി പറയാൻ ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അത് വ്യർത്ഥമാണ്. ദൂസരെ നഹി ഹമാരി കഹാനി ഹം ലിഖിയേ. മറ്റുള്ളവരല്ല, നമ്മളുടെ കഥ നമ്മളാണ് എഴുതേണ്ടത്. ഹമാരെ ഉദ്ധാർ കെ ലിയേ കോയി നഹി പഹുഞ്ചേഗ. നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി ആരും തന്നെ വരില്ല. ഹം അപ്നെ ആത്മസമ്മാൻ കെ ബൽ പർ ജിയേ. നമ്മൾ നമ്മുടെ ആത്മാഭിമാനത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാഭിമാനത്തിന്റെ ആ ഒരു ധൈര്യത്തിൽ നമുക്കും അഭിമാനം ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കണം. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. फुटबॉल की दिल का राजा लेख का अंश पढ़े और 12 से 14 तक के प्रश्नों के उत्तर लिखे. पहले 3 विश्व कप जीतने वाले एकमात्र खिलाड़ी है. 1958 में ब्राजील की पहली विश्व कप विजय के समय 6 गोल करने वाले पेले 17 साल के थे. उस प्रतियोगिता के सबसे बढ़िया खिलाड़ी ब्राजील के मिडफील्डर डीडी थे. उस टीम में करामती खिलाड़ी गिरिंचा थे, जिन्हें फुटबॉल का सबसे बढ़िया ट्रिबलर कहा जाता है. क्वेश्चंस നോക്കിയാലോ. पहले विश्व कप जीते वक्त पेले कितने साल के थे. ആദ്യ വിശ്വകപ്പ് ജയിക്കുന്ന അല്ലെങ്കിൽ നേടിയ സമയത്ത് പേലേക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? പറഞ്ഞൂല്ലേ 17 സാൽ. അപ്പൊ ആൻസർ എന്താ വരിക? 17 സാൽ കെ थे. ഇതില് നമ്മുടെ ഈ പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതില് വിശ്വകപ്പ് നേടിയ പേലെ എന്ന് പറയുന്നത് 3 വിശ്വകപ്പ് ജയിച്ചിട്ടുള്ള ഏകമാത്ര ഖിലാഡിയാണ്. അത് മാത്രമല്ല 1958 ബ്രസീലിന്റെ പഹലി വിശ്വകപ്പ് വിജയ് കെ സമയ് 6 ഗോൾ करने वाले पेले 17 साल के थे. അപ്പൊ നമുക്ക് ആൻസർ ഏതാ വരിക? 17 സാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സഹി മിലാൻ കരി. ഇപ്പോ മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കാം. അതിൽ 1958 में ഇതിൽ കൊടുത്തിട്ടുള്ളത് 1958 में 1962 में 1966 में 1970 में. അതിൽ ആദ്യത്തെ ഇതില് ब्राजील का दूसरा विश्व कप, ब्राजील का तीसरा विश्व कप, ब्राजील का पहला विश्व कप, ब्राजील പ്രതിയോഗിത സെ ബാഹർ. ഇതിൽ ഏതാണ് യോജിക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്ത് എഴുതണം അല്ലേ. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. 1958 में ഏതാ വരിക? ആദ്യത്തെ ആണോ വരിക? അല്ല അല്ലെ. നോക്കാം. 1958 में ब्राजील का पहला विश्व कप. രണ്ടാമത്തേതില് 1962 में ഏതാണ് വരിക? ब्राजील का दूसरा विश्व कप. പിന്നീട് 1966 में ഏതാണ്? ബ്രസീൽ പ്രതിയോഗിത സെ ബാഹർ. 1970 में അതിൽ ഏതാ വരിക? ബ്രസീൽ കാ തീസരാ വിശ്വ കപ്പ്. പേലേക്ക് ജീവനേകാംശ ലിഖെ. ഇവിടെ നമ്മൾ ജീവനെയാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മള് പേലയുടെ പേര് ആദ്യം കൊടുക്കണം. അങ്ങനെ പേലയുടെ പേര് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എഴുതാൻ തുടങ്ങുകയാണ്. ഒരു ജീവചരിത്ര കുറിപ്പാണ്. അപ്പൊ നോക്കാം. ഫുട്ബോൾ കെ സമ്പൂർണ്ണ ഖിലാഡി ദേ പേലെ. അപ്പൊ നമ്മള് ഫുട്ബോൾ കെ സമ്പൂർണ്ണ ഖിലാഡിയാണ് പേലെ എന്ന് കൊടുത്തു. ഉൻകാ പൂരാ നാം എഡ്സൺ ആറന്റിസ് ഡോ നൈസ്മെന്റോത. പിന്നീട് അടുത്തതായി അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര് എഴുതുകയാണ്. പിന്നീട് നോക്കാം. ഉൻകാ ജന്മ 23 अक्टूबर 1940 को
ബ്രസീൽ കെ ട്രെസ് കോറാഗോസ് മെയിം ഹുവ. പിന്നെ ജനിച്ചത് എവിടെയാണ്, ഏത് വർഷമാണ്, അതൊക്കെ കൊടുത്തു. നോക്കാം. പിന്നെ അച്ഛന്റെയും അമ്മയുടെയും പേരാണ് പറയുന്നത്. നോക്കാം. ഉൻകെ മാ ബാപ് ടോട്ടിനോ ഓർ सेलेस्टो ऑरेंटिस थे. वे गरीब परिवार में पले. वे कई काम करके रहे. കുറെ ജോലികളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. 15 वर्ष की उम्र में സാന്തോസ് FC ജൂനിയർ ടീം में ആയേ. 15 വയസ്സുണ്ടാവുമ്പോഴാണ് നമ്മുടെ സാന്തോസ് FC ജൂനിയർ ടീമിൽ വന്നത്. अपना जीवन फुटबॉल के लिए समर्पण करके रहे पेले ने ബ്രസീൽ കെ സാത്ത് 3 വിശ്വകപ്പ് പായ. തന്റെ ജീവിതം ഫുട്ബോളിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ ബ്രസീൽക്ക് അല്ലെങ്കിൽ ബ്രസീലിനൊപ്പം കളിച്ച് 3 വേൾഡ് കപ്പാണ് നേടിയത്. സാന്തോസ് ക്ലബ് കെ സാത്ത് കई बार जीता. खेल क्षेत्र की देन पर उन्हें ब्राजील के स्वर्ण पदक, राष्ट्रपति का सम्मान, यूनेस्को का राजदूत आदि से सम्मानित है. 29 दिसंबर 2022 को उनकी मृत्यु हुई. അതുപോലെ തന്നെ ഖേൽ ക്ഷേത്ര കി ദേൻ പർ നമ്മുടെ ഈ ഖേൽ ക്ഷേത്ര കി ദേൻ പർ അദ്ദേഹത്തിന് എന്തൊക്കെ പുരസ്കാരങ്ങളാണ് ലഭിച്ചത് നോക്കാം. ബ്രസീൽ കെ സ്വർണ്ണ പതാക്, രാഷ്ട്രപതി കാ സമ്മാൻ, യുനെസ്കോ രാജദൂത് ആദി സെ സമ്മാനിത് വ്യക്തിയാണ് നമ്മുടെ പേലെ. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഫുട്ബോൾ മത്സരത്തിന് വേണ്ടി അല്ലെങ്കിൽ കളിക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറയാം. ആ, 29 ഡിസംബർ 2022 അദ്ദേഹം മരിച്ചത്. ഇനി അടുത്തത് നോക്കാം. ഗേരിഞ്ച को फुटबॉल का सबसे बढ़िया ट्रिपलर क्यों कहा गया है? ഗേരിഞ്ചയെ ഫുട്ബോളിലെ ബെസ്റ്റ് ട്രിബ്ലർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കാം, ഉത്തരം നോക്കാം. ബ്രസീൽ की पहली विश्व कप प्रतियोगिता में टीम के करामती खिलाड़ी ഗേരിഞ്ച को सबसे बढ़िया ട്രിബ്ലർ कहा जाता है. ഒരു മാജിക്കൽ പ്ലെയർ ആയിരുന്നു അല്ലെ. ബ്രസീലിന്റെ ആദ്യ വിശ്വകപ്പ് മത്സരത്തിലെ തന്നെ ഒരു മാജിക്കൽ പ്ലെയർ ആയിരുന്നു നമ്മളുടെ ഗേരിഞ്ച. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ജബ് ഗാന്ധിജി की घड़ी चोरी चली गई लेख का अंश पढ़े और 15 और 16 के उत्तर लिखे. ഗാന്ധിജി की घड़ी चोरी चली गई എന്ന ലേഖനം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലേഖനം വായിക്കാം. गांधी बोले मैं आ रहा था तो रास्ते में रेलगाड़ी में किसी ने मेरी घड़ी चुरा ली. वह बहुत पुरानी घड़ी थी और मुझे बहुत प्यारी थी. मैं उसे यहाँ इस तरह अपनी धोती में कमर से टांगे रखता था और जब चाहे निकाल कर टाइम देख लेता था. അപ്പൊ ഗാന്ധിജി പറയാണ്, മേ ആ രഹാ തോ രാസ്തേ മേ, ഞാൻ വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് റെയിൽഗാഡിമേയും തീവണ്ടിയിൽ വെച്ച് ആരോ എൻ്റെ വാച്ച് മോഷ്ടിച്ചു. അതൊരു പഴയ വാച്ചായിരുന്നു, പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ഞാന് ഇതുപോലെ തൻ്റെ ധോത്തിയില് കമസെടുപ്പിൽ അതിൽ ഇങ്ങനെ തൂക്കി വെക്കുകയായിരുന്നു. ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അത് ആ വാച്ച് എടുത്ത സമയം നോക്കാറുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ. ഗാന്ധിജി അപ്നെ ഘടി കഹാം രഖ്തേ. എവിടെയാണ് ഗാന്ധിജി തന്റെ വാച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്? ധോത്തി മേ കമൽ സെ ടാങ്കെ രഖ്താ ത. ഗാന്ധിജി അവിടെയാണ് അല്ലെ. ഗാന്ധിജി അപ്നി ഘടി ധോത്തി മേ കമർ സെ ടാങ്കെ രഖ്താ ത എന്നാണ് ആൻസർ വരിക. ഇനി അടുത്തത് നോക്കാം. അപ്നെ ഘടി ചോരി ഹോനെ കി ബാദ് ഗാന്ധിജി ने മൗണ്ട് ബാറ്റൺ സെ കഹാ ബാത്ചീത് കാ രൂപ് ദേ. അപ്പൊ തന്റെ വാച്ച് മോഷണം പോയ കാര്യം ഗാന്ധിജി മൗണ്ട് ബാറ്റണിനോട് പറയാണ്. ഇതൊരു സംഭാഷണ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സംഭാഷണ രൂപത്തിൽ ഒന്ന് നോക്കിയാലോ? നോക്കാം അല്ലെ. ലോർഡ് മൗണ്ട് ബാറ്റൺ, ക്യാ ഹുവാ ഗാന്ധിജി? മൗണ്ട് ബാറ്റൺ ചോദിക്കാണ്, ക്യാ ഹുവാ ഗാന്ധിജി, എന്ത് പറ്റി? ഗാന്ധിജി, മേരി ഘടി ചോരി ഹോ ഗയി, എന്റെ വാച്ച് മോഷണം പോയി. ലോർഡ് മൗണ്ട് ബാറ്റൺ, കഹാം, എവിടെ? ഗാന്ധിജി, ട്രെയിൻ യാത്ര കെ ബീച്ച്. ഗാന്ധിജി പറയാണ് ട്രെയിൻ യാത്രക്കിടയിൽ. ലോർഡ് മൗണ്ട് ബാറ്റൺ, ക്യാ
എന്ത്? ഗാന്ധിജി? ഹാ, അച്ചി ഘടി തി. നല്ല വാച്ചായിരുന്നു. ലോർഡ് മൗണ്ട് ബാറ്റൺ? നയി തി. പുതിയതാണോ? ഗാന്ധിജി, പുരാനി തി ലേക്കിൻ മേരി പ്യാരി തി. പഴയതാണ്, പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ലോർഡ് മൗണ്ട് ബാറ്റൺ, റെയിൽമേം ക്യാ കോയി ചോർ ആയേഗ? ട്രെയിനിൽ ആരെങ്കിലും കള്ളൻ അല്ലെങ്കിൽ മോഷ്ടിക്കാനായി വന്നിരുന്നോ? ഗാന്ധിജി, പതാ നഹി, മേ വാ ഘടി മേരെ കമർ പർ ടാങ്കി തി. ഞാന് എന്റെ ഘടി മേരെ കമർ പർ അതില് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ലോർഡ് മൗണ്ട് ബാറ്റൺ, മുझे भी इस पर दुख है. എനിക്ക് വിഷമമുണ്ട് ഇതില് പോയതില്. ഇത്രയുമാണ് സംഭാഷണത്തിൽ കൊടുക്കേണ്ടത്. നമുക്ക് അടുത്തത് നോക്കാം. സൂചന, झटपट और नटखट कहानी का अंश पढ़े और 17 और 18 के उत्तर लिखे. झटपट നട്ട്കട്ട് കഹാനിയുടെ ഒരു ഭാഗം വായിക്കാൻ ഒരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുക. വായിച്ചിട്ട് 17, 18 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നോക്കിയാലോ. झटपट को इतना गुस्सा आ रहा था कि नटखट को 2 झापट लगाए, पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. उसने नटखट का हाथ पकड़े पकड़े उसका बस्ता उठाया और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगा. അപ്പൊ झटपട്ടിന് ദേഷ്യം വരികയാണ്. ദേഷ്യം വന്നപ്പോ നട്ട്കട്ടിന് 2 അടി വെച്ച് കൊടുത്തു. എന്നിട്ട് അപ്പോഴാണെങ്കിൽ നമ്മളെ നട്ട്കട്ടാണെങ്കിലോ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അപ്പോ ചേട്ടന് അനിയനോട് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അനിയന്റെ കൈ പിടിച്ച് ബാഗൊക്കെ പിടിച്ച് ആ പുൽത്തക് പഹുഞ്ചാനെ വാലി ചടായി കയറാൻ സഹായിച്ചു. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കയറുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. झटपट की ചരിത്രഗത് വിശേഷത ചുൻകർ ലിഖേ. ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബഡി ശരാരത്തി, ഭായ് കാ സംരക്ഷൺ കർണേ വാല, ധീരെ സേ കാം കർണേ വാല. ഏതാ വരിക? ഭായ് കാ സംരക്ഷൺ കർണേ വാല. അടുത്തത് നോക്കാം. അപ്നെ ഭായ് കോ झटपट ने നദി സേ ബച്ചായ. തന്റെ സഹോദരനെ झटपट നദിയിൽ നിന്ന് രക്ഷിക്കുകയാണ്. ഇസ് ബാത് കോ വഹ് അപ്നെ മിത്ര സേ പത്ര ലിഖ്കർ ബതായ. പത്ര ലിഖേ. ഇപ്പോ ഇസ് ബാത് കോ, ഈ കാര്യങ്ങള് തന്റെ ഫ്രണ്ടിനോട് ഒരു ലെറ്റർ എഴുതി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ലെറ്റർ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലെറ്റർ എഴുതാം. ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? റൈറ്റ് സൈഡ് ആയിട്ട്, പേപ്പറിന്റെ റൈറ്റ് സൈഡ് ആയിട്ട് സ്ഥാൻ താരിഖ് കൊടുക്കണം. പിന്നെ ഒരു സംബോധൻ, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രിയ ദീപക് എന്നാണ്. കോമയൊക്കെ ഇടാം. എന്നിട്ട് നമുക്ക് എഴുതി തുടങ്ങാം അല്ലെ. कुछ दिनों से सोचा कि तुम्हें एक पत्र लिखने के बारे में. कुछ दिनों से सोचा कि तुम्हें एक पत्र लिखने के बारे में. കുറേ ദിവസങ്ങളായി ഞാൻ ആലോചിക്കുകയാണ് എനിക്കൊരു ലെറ്റർ എഴുതണമെന്ന്. ലേക്കിൻ അബ് ഹി സമയം മില. പക്ഷെ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അരേ കൽ ഏക് ഘട്ന ഹുയി. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. മേരെ ഭായ് നദി മേ ഘിർ ഗയ. എന്റെ സഹോദരൻ നദിയിൽ വീണു. വഹ് നാവ് ബഹാകർ ഖടാ ഥാ. അചാനക് പൈർ ഫിസൽ കർ ഗിര. അവൻ തോണി ഒഴുക്കി, കടലാസ് തോണിയും ഒഴുക്കിയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് കാല് തെന്നി വീണതാണ്. മേനെ നദി മേ കൂദ്കർ ഉസേ ബച്ചായ. ഞാൻ നദിയിൽ ചാടി അവനെ രക്ഷപ്പെടുത്തി. ഉസ്കാ ചെഹ്റ ഡറാ ഹുവാ ഥാ. അവന്റെ മുഖം പേടിച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. വദേക്കർ മേരെ മൻ മേ ഭി ദുഃഖായ. അത് കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി, വിഷമം തോന്നി. അബി മേരാ ശരീർ സിഹർ രഹാ ഹൈ. ഇപ്പോഴും എന്റെ ശരീരം വിറയ്ക്കുന്നുണ്ട്. ക്യാ ക്യാ ഹേ തുമാരി ബാത്തേം. പിന്നെ എന്തൊക്കെയാണ് നിന്റെ കാര്യങ്ങൾ? ഖുഷ് ഹേ നാ. സുഖമല്ലേ? പഠായി കൈസി ഹേ. പഠിത്തം എങ്ങനെയുണ്ട്? ഭീഷ്മെ ലിഖ്ന. ഇടയ്ക്ക് എഴുതണം എന്ന് പറയാണ്. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡായിട്ട് പ്യാർ സേ झटपट. झटपट ആണല്ലോ ലെറ്റർ എഴുതുന്നത്. അപ്പൊ പ്യാർ സേ എഴുതി झटपट എന്ന് എഴുതുക. പിന്നെ ലെഫ്റ്റ് സൈഡായിട്ട് പതാന്ന് കൊടുത്തിട്ട് നമ്മൾ ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ്സ് കൂടി എഴുതുക. അപ്പൊ ഇത്രയുമാണ് ലെറ്ററിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. ഓക്കെ.